ഇത് വിഷുവിന് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ, ഞാൻ ഇടാൻ ലേറ്റായി പോയതാണ്. അപ്പോൾ ഇത് ഏട്ടൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടും വൈഫും കൂടെ. അപ്പോൾ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അത്. ഇവർ ഒരുമിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് ജോലി കയറി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ സേവയും സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ പോകുന്നത് കോയമ്പത്തൂരിലോട്ടാണ് കേട്ടോ. കോയമ്പത്തൂർ ലിക്കർ എടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ദേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. പൊതുവേ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമ്മൾ ഭാര്യമാർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ എനിക്ക് ഇവള് സുവർണ എന്നാ പേര്. പിന്നെ 2 മക്കളുണ്ട് കേട്ടോ, അവർ വന്നിട്ടില്ല. പിന്നെ ഒരു ദിവസം അവർ ഫാമിലി ആയിട്ട് വരും. ഇപ്പോൾ ലിക്കർ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, വിഷു ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ രാജേഷേട്ടൻ്റെ ഫാമിലിയും ബ്രദറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് ഇവർ ലിക്കർ എടുത്തുകൊണ്ട് അവർ നേരെ തൃശ്ശൂരിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഭയങ്കര തിരക്കാണ്, കാരണം വിഷു ആയതുകൊണ്ട് മലയാളികളെ കൊണ്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ നമ്മളത് ടോക്കൺ 64ാമത്തെ ടോക്കൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ഒരു ക്യാൻറ്റീൻ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത് രാജേഷേട്ടൻ്റെ ബർത്ത്ഡേക്ക് സുവർണയുടെ വക അഡിഡാസിൻ്റെ ഷൂസൊക്കെ എടുത്തു കൊടുത്തോട്ടോ. ഇതിപ്പോൾ നമ്മൾ 4000 രൂപയുടെ ഷൂസാണ് വെളിയിൽ നിന്നുണ്ടെങ്കിൽ ഇവിടെ 2500 ആ റേഞ്ചിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ മുന്തട്ടൻ നിന്ന് മതിയായി അവസാനത്തെ ബാഗൊക്കെ എടുത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മളിതേ വണ്ടിയിലൊക്കെ വെച്ച്, കാരണം 2 പേരുടെയും കൂടെ ആകുമ്പോൾ അത്യാവശ്യം സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ മെല്ലെയാണ് വന്നത് കേട്ടോ. പിന്നെ അതേ നമ്മൾ പാലക്കാട് എത്തി നമ്മുടെ സൂഫി മന്തി പോയിട്ട് ഓരോ മന്തിയും കഴിച്ച്, പെരി മന്തിയും കഴിച്ചിട്ടോ. അവർക്കത് ഭയങ്കര ഇഷ്ടമായേ. അങ്ങനത്തെ നേരെ വീട്ടിലോട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവർ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. എന്തായാലും ഈ ആഴ്ച തന്നെ അവർ വീണ്ടും വരും കേട്ടോ. ഇത് ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ്, പോകുമ്പോൾ എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇവർ 2 പേരും നല്ല കട്ട ചങ്സ് പോലെ തന്നെ കേട്ടോ. ഞങ്ങളും അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ 2 മക്കളുണ്ട്. കാരണം അവളുടെ മൂത്ത മോനും എൻ്റെ മൂത്ത മോനും സെയിം ഡേറ്റിനാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞത്. ഞങ്ങൾ 2 ആളും ഒരേ സമയമാണ് പ്രസവിച്ചത്. അപ്പോൾ ഇവരെന്തായാലും ഈ വീക്ക് തന്നെ വരും കേട്ടോ നമ്മളുടെ കൂടെ 2-3 ദിവസം ഇരിക്കാനായിട്ട്. അപ്പോൾ അതും കാത്ത് നമ്മൾ നിൽക്കുകയാണ്, മക്കളും അതും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. അവരതേ പോയി. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.